ഷോ എന്നെ വീട്ടിൽ സച്ചേട്ടാ എന്തായി കാണിക്കണേ? ആരെങ്കിലും കാണും, നാണക്കേടാവും കേട്ടോ. എന്തേ കൊച്ചു പിള്ളേരെ പോലെ? ഓഹോ, അപ്പം ആരെങ്കിലും കണ്ടാലാണോ നിനക്ക് നാണക്കേട്? പിന്നെ അല്ലാതെ വാതിൽ തുറന്നു കിടക്കല്ലേ, ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലോ? ഇത് നമ്മുടെ മുറിയല്ലല്ലോ, വല്ലവരുടെ മുറിയല്ലേ. ആഹാ, എന്നിപ്പോൾ ശരിയാക്കി തരാം രേവതി, ഞാൻ വാതിലടച്ചിട്ട് വരാട്ടോ. അങ്ങനെ സച്ചി ഓടിപ്പോയിട്ട് വാതിലടച്ചിട്ട് വരികയാണ് കൂട്ടുകാരി. അവരുടെ പ്രണയരംഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അത് മുഴുവൻ കണ്ട് സഹികെട്ട് കട്ടിലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് ശ്രുതി. അതിൻ്റെ എപ്പിസോഡിലേക്ക് ഞാൻ വരാം. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചെമ്മന്തിപ്പൂവിലേക്ക് സ്വാഗതം. സച്ചി രേവതിനെ ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. കാരണം രേവതിക്ക് വയ്യ എന്നുള്ളത് ഒരൊറ്റ കാരണം കൊണ്ട് സച്ചി നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രി സച്ചി രേവതിയും കൂടി ഇങ്ങനെ കിടക്കുകയാണ്. രേവതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് സച്ചി. അപ്പോൾ സച്ചി പറയാണ് രേവതിയോട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണ, സച്ചേട്ടൻ ഒരുപാട് മാറി, കല്യാണം കഴിയണേക്കാട്ടിലും മുന്നുള്ള സച്ചേട്ടനേ അല്ല ഇപ്പോൾ, സച്ചേട്ടൻ ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ പറയണത്. അതിൻ്റെ കാരണം നീയാണ് രേവതി. ആദ്യം സച്ചേട്ടാ, നമുക്കൊരു കൂട്ട് വേണം തോന്നുന്നത് ചില സമയങ്ങളുണ്ട്. അതിപ്പോഴും എന്നല്ല, കുറച്ച് കഴിയുമ്പോൾ സച്ചേട്ടന് ശരിക്കും മനസ്സിലാവും നമുക്കൊരു കൂട്ട് വേണം എന്നുള്ള കാര്യം. അപ്പോഴാണ് അറിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് റൂമിൽ ഉറക്കം വരാതെ ഒരാൾ കിടക്കുന്നുണ്ട്. വേറെ ആരല്ല, നമ്മുടെ ശ്രുതിയാണ്. എങ്ങനെയെങ്കിലും സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ആൻ്റണി പറഞ്ഞ വീഡിയോ ആൻ്റണിക്ക് അയച്ചു കൊടുക്കണം എന്നുള്ള പ്ലാനിങ് ആയിട്ട് ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ശ്രുതി. നോക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കമായിരിക്കണം. അപ്പോൾ ശ്രുതി വിചാരിക്കണം രേവതി സച്ചി ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് ആ വീഡിയോ എടുത്തിട്ട് വരാം, അതാ നല്ലത് എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ശ്രുതി കേട്ടോ. അങ്ങനെ ശ്രുതി മെല്ലെ നോക്കിയപ്പോൾ ശ്രുതി നല്ല ഉറക്കാം. മെല്ലെ എഴുന്നേറ്റ് പമ്മി വാതിലിൻ്റെ അവിടെ എത്തി ബോൾട്ട് എടുക്കാൻ നേരത്തെ പെട്ടെന്ന് ശ്രുതി ചാടി എഴുന്നേറ്റിട്ട്, എൻ്റെ ബിരിയാണി പൈലി അതങ്ങെടുത്താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കത്തുനിന്ന് ചാടി എഴുന്നേക്കാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി വാതിൽ തുറന്ന് ശ്രുതി ഞെട്ടിപ്പായിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് പറയാണ്, ശ്രുതി നീ എവിടേക്കാണ് പോണേ? അത് പിന്നെ ശ്രുതി, ഞാൻ വെള്ളം എടുക്കാൻ മറന്നു, വെള്ളം എടുക്കാൻ പോകാത്തേക്ക് ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അല്ല ശ്രുതി, ഞാൻ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വെള്ളമല്ലേ ഇരിക്കണം. ആണോ, ഞാൻ ശ്രദ്ധിച്ചില്ല പറയാണ്. അങ്ങനെ ശ്രുതിക്ക് പറ്റണില്ല പുറത്തേക്ക് പോകാൻ. ശ്രുതി വീണ്ടും വന്ന് കട്ടിലും ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ശ്രുതിയോട്, അല്ല ശ്രുതി എന്തിനാ പൈലി വിളിച്ചിട്ട് ഉറക്കത്തിൽ സംസാരിക്കണേന്ന്? അതോ ഒന്നും പറയണ്ട എൻ്റെ ശ്രുതി, നമുക്ക് രണ്ടുപേർക്കും ഓരോ ചിക്കൻ ബിരിയാണി മേടിച്ചു, പൈലിക്ക് 5 ചിക്കൻ ബിരിയാണി മേടിച്ചു. പൈലി ആ 5 ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ബാക്കി നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബലം പിടിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ശ്രുതിയുടെ ഒരു പൈലിയുണ്ട്. ഈ നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഫുഡ് കൊടുത്ത് നമ്മൾ മുടിയോ ശ്രുതി, അവൻ്റെ ഫുഡിനുള്ള പ്രാന്ത് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് നിർത്തലാക്കണം. അതൊരു രക്ഷയില്ല ശ്രുതി എന്ന് പറയാണ് ശ്രുതി. അങ്ങനെ അത് കഴിഞ്ഞ് എന്നാൽ നമുക്ക് കിടക്കാം, ഞാൻ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി കിടക്കാൻ പോകുമ്പോൾ ശ്രുതി പറയാണ്, ശ്രുതിയുടെ കൈയൊക്കെ പിടിച്ച് സ്നേഹത്തോടു കൂടി പറയാണ്, ശ്രുതി അച്ചമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക്? ആരൊക്കെയാണ് അച്ചമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ കിട്ടുകയെന്ന് അറിയാലോ. നമ്മളായിട്ട് ആ ചാൻസ് ഇല്ലാതെ ആക്കണോ? നമുക്കൊന്ന് നോക്കിക്കൂടെ, അച്ചമ്മയുടെ സ്വത്ത് നമുക്ക് മേടിക്കാൻ നോക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വിചാരിക്കുകയാണ്, ശ്രുതി നല്ല മൂഡിലാണ്, ഇനി എന്തായാലും ഇന്ന് എന്നെ വെറുതെ വിടില്ല. ഇനിയിപ്പോൾ സച്ചിയുടെ ഫോൺ എടുക്കലൊന്നും നടക്കില്ല, നാളെ കാലത്ത് സച്ചി എഴുന്നേക്കണേക്കാട്ടിലും മുന്നേ പോയിട്ട് ഫോൺ എടുക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അവരൊരു കുട്ടിക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങിലായിട്ട് അവർ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ശ്രുതി പമ്മി വന്നു ഹാളിലേക്ക്, സച്ചിയുടെ ഫോൺ എടുക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് പെട്ടെന്ന് സച്ചി ഉറക്കത്തിൽ എഴുന്നേറ്റ് രേവതി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എന്താ സച്ചി ഏട്ടാ ചോദിക്കുകയാണ് രേവതി വന്നിട്ട്. നിന്നോട് ഞാൻ നേരത്തെ വിളിക്കണം പറഞ്ഞല്ലേ, എനിക്കിന്ന് ട്രിപ്പുള്ള കാര്യം അറിയില്ലേ? ഞാൻ എത്ര പ്രാവശ്യം സച്ചിയേട്ടനെ വിളിച്ചു, സച്ചിയേട്ടൻ എഴുന്നേക്കാനിട്ടല്ലേ എത്രയാണ് വിളിക്കുക? അത് ശരി, അപ്പോൾ നീ എന്നെ വിളിച്ച് നയിപ്പിക്കണ്ടേ? ഞാൻ എന്തോരം തവണയെ വിളിച്ച്. ഒരു കാര്യം സച്ചിയേട്ടൻ വേഗം റെഡിയാവും, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ചായ ഒന്നും വേണ്ട, ചായ കുടിക്കാനൊന്നും സമയമില്ല, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് സച്ചി റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശ്രുതി വിചാരിക്കുകയാണ്, അവൻ പോണ സമയത്ത് ഫോൺ എടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് സച്ചി, അയ്യോ എൻ്റെ ഫോണ് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് പറയണം, ഇത് ചാർജില്ലല്ലോ, ചാർജിട്ട് വെക്കാം എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോകുമ്പോൾ ശ്രുതി വിചാരിക്കും, അവൻ കുളിക്കാൻ കയറുമ്പോൾ ഫോൺ എടുക്കാമെന്ന് വെച്ചിട്ട് ശ്രുതി പമ്മി പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് സച്ചി റൂമിൽ പോയി ഫോൺ ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ചാർജർ ഫോണിൽ കണക്റ്റ് ആവണില്ല, ചാർജ് കയറണില്ല. ഈശ്വര, ഇതെന്താ ചാർജറിന് ചാർജ് കയറാത്ത? ചിലപ്പോഴേ ചാർജർ മാറ്റാറായിട്ടുണ്ടാവും, എന്തായാലും ചാർജർ മാറ്റാമെന്നങ്ങനെ വിചാരിക്കുകയാണ്.
അങ്ങനെ ചാർജ് കയറാത്ത കാരണം ഫോൺ അവിടെ വെച്ചിട്ട് സച്ചി കുളിക്കാൻ വേണ്ടിയിട്ട് കയറാണ് ബാത്റൂമിലേക്ക്. കുളിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് രേവതി രേവതി വിളിക്കുകയാണ്. അപ്പോൾ എന്താ സച്ചിയേട്ടാ, ഞാൻ കുളിക്കാൻ പോവാം, വേഗം ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്കും നീ ഫുഡൊക്കെ റെഡിയാക്കണം. എന്താ നീ ഉണ്ടാക്കണേ? പൂരി മസാല. സച്ചിയേട്ടൻ കുളിച്ചിട്ട് വാട്ടോ, അപ്പോഴത്തേക്ക് ഞാൻ പൂരി മസാലയൊക്കെ റെഡിയാക്കി വെക്കാം എന്ന് പറയാണ്. അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ രേവതിയോട് ശാഠ്യം പിടിക്കുന്ന സച്ചിയാണ് കാണുന്നത്. ശരിക്കും അവരുടെ പ്രണയമാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ സച്ചി ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് ശ്രുതി മെല്ലെ റൂമിലേക്ക് കയറി ഫോൺ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും സച്ചി പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് തല പുറത്തേക്കിട്ട് രേവതി വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഓടിപ്പോയിട്ട് കട്ടിലിൻ്റെ അടിയിൽ പോയി ഒളിക്കുകയാണ്. ശ്രുതിക്ക് വേറെ നിവർത്തിയില്ല, ഇവരുടെ കട്ടിലിൻ്റെ അടിയിൽ ശ്രുതി ഒളിക്കുകയാണ്. ശ്രുതി ഒളിക്കുന്ന സമയത്ത് രേവതി എന്താ സച്ചിയേട്ടാ ചോദിക്കും. അതെ എനിക്ക് ടവലെടുത്തതാ, ടവലൊക്കെ എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി വരെ പോയി കുളിക്കുക എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാണ് ശരി ഞാൻ കുളിച്ചിട്ട് വരാം. എന്നിട്ട് സച്ചി വീണ്ടും ബാത്റൂമിലേക്ക് കയറി. കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും വിളിക്കുക. പക്ഷേ ശ്രുതിക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനേ പറ്റുന്നില്ല കട്ടിലിൻ്റെ അടിയിൽ നിന്ന്. ശ്രുതിയുടെ കയ്യിൽ സച്ചിയുടെ ഫോണുണ്ട്. ശ്രുതി ഇങ്ങനെ വീഡിയോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് ആ വീഡിയോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി വിചാരിക്കുന്നു ഈശ്വര ഈ വീഡിയോ എവിടെ എങ്ങനെ കണ്ടുപിടിക്കുക, എന്തായാലും അതൊന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ ഫോണിലേക്ക് വെച്ചിട്ട് അത് ആൻ്റണിക്ക് അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കാനും ശ്രുതി. അങ്ങനെ രേവതിനെ വീണ്ടും സച്ചി വിളിക്കുക, രേവതിയെ വിളിക്കണം. അപ്പോൾ എന്താ എൻ്റെ സച്ചേട്ടാ ഈ ചെറിയ പിള്ളേരെ പോലെ എന്താ എൻ്റെ സച്ചേട്ടന് വേണ്ടി ചോദിക്കുമ്പോൾ ടവലെടുത്തില്ല രേവതിയെ പറയും. അപ്പോൾ ടവലിൽ എങ്ങനെ നേരത്തെ അത് എടുത്തില്ലല്ലോ പറയും. എന്നിട്ട് അങ്ങനെ ടവലെടുത്തെടുക്കാം. പക്ഷേ എന്ത് നിപ്പോൾ നിൽക്കണേ എന്നൊക്കെ പറയും. നീ ആ ടവലിങ്ങോട്ട് നീ ഇങ്ങോട്ട് വന്ന് രേവതി ഒന്നും മിണ്ടായിരുന്നു സച്ചിയേട്ടാ. സച്ചിയേട്ടൻ കുളിച്ച കൊച്ചു പിള്ളേരുടെ പോലെ നാണുണ്ടോ സച്ചിയേട്ടന്? ഞാൻ പോയിട്ട് എന്തായാലും ഭക്ഷണം ഉണ്ടാക്കട്ടെ, സച്ചിയേട്ടന് കഴിച്ചിട്ട് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ്. രേവതി അവിടെ നിന്ന് പോയി ശ്രുതി ഫോണും കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ കിടക്കുകയാണ്. ഈ സമയത്ത് ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും വീഡിയോ അയച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി ഫോണും കൊണ്ട് ഈ റൂമിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ദൈവമേ ആൻറ്റി വന്നല്ലോ, ഇനി ഞാൻ എങ്ങനെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ചാടും? അപ്പോൾ ചന്ദ്രമതി ബാമോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാമ എന്ത് ചെയ്താലും ശരി നീ അത് ശരിയാക്കി തന്നേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി ബാമോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി വിചാരിക്കുന്നു ഈശ്വര പെട്ടു, ഇനി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, ദൈവമേ സച്ചി ഇപ്പോൾ കുളി കഴിഞ്ഞ് വരും എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും സച്ചി ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് വന്നു. അപ്പോൾ സച്ചി കുളി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും രേവതിനെ വിളിക്കുകയാണ്. രേവതിനെ വിളിക്കുമ്പോൾ രേവതി വന്നിട്ട് ചോദിക്കും. അപ്പോഴേക്കും എന്താ പറയുക ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പോയിട്ട് ഭാവു ആൻറ്റി പോയി, ഞാൻ എന്തായാലും എഴുന്നേക്കാൻ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് വിചാരിക്കുമ്പോഴേക്കാണ് സച്ചി കുളി കഴിഞ്ഞ് ഇറങ്ങുന്നത്. സച്ചി രേവതിനെ വിളിക്കണം. എന്താ സച്ചിയേട്ടാ ചോദിക്കുമ്പോൾ പറയും അത് എന്നെ ഒന്ന് തുടപ്പിച്ചതാ രേവതി. എന്താ ഇത് കുഞ്ഞു പിള്ളേരുടെ പോലെ സച്ചിയേട്ടാ, സച്ചിയേട്ടന് എന്താ പറ്റിയേ? ഒന്ന് തുടപ്പിച്ച് താ രേവതി, ഞാൻ നിന്നെ ഒക്കെ ചെയ്തു തരാറില്ലേ? ഓ അത് ശരി, അപ്പോൾ എന്നെ ചെയ്യണ പോലെ ഞാൻ സച്ചേട്ടനെ ചെയ്യണല്ലേ, വാ ഇരിക്കുക എന്ന് പറയും. എന്നിട്ട് അങ്ങനെ തല തോർത്തി കൊടുക്കണം, മേലൊക്കെ തുടപ്പിച്ച് കൊടുക്കണം, ഒക്കെ ചെയ്യണം. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയുടെ കൈ പിടിക്കാൻ പറയും. വീട്ടിൽ സച്ചിയേട്ടാ ആരെങ്കിലും കാണും, വാതിലൊക്കെ തുറന്നിട്ട് കിടക്കണം. ഒന്നാമത് നമ്മുടെ റൂമല്ല വെല്ലോരുടെ റൂമാണ്. വാതിൽ തുറന്ന് കിടക്കണ്ടാണ് പ്രശ്നം, ഞാൻ പടച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് സച്ചി ഓടിപ്പോയി വാതിൽ കുറ്റിയിട്ടാണ്. അപ്പോൾ ശ്രുതി ദൈവമേ പെട്ടു എന്ന് വിചാരിക്കാണ് ശ്രുതി. അങ്ങനെ സച്ചി വന്നിട്ട് രേവതിയുടെ കൈ പിടിച്ചിട്ട് രേവതിനെ പിടിച്ച് ഉമ്മ വയ്ക്കാനൊക്കെ തുടങ്ങുമ്പോൾ രേവതി സച്ചിയേട്ടാ വീട് കൊച്ചു പിള്ളേരുടെ പോലെ സച്ചിയേട്ടാ, ഇപ്പോൾ സച്ചിയേട്ടന് ഒരു തിരക്കില്ല, എന്നെ വീട്ടിൽ സച്ചിയേട്ടാ വിട് എന്നൊക്കെ പറയണം. അപ്പോൾ ഇവരുടെ ഈ പ്രണയം മുഴുവൻ കണ്ടിട്ടാണ് കേട്ടോ ശ്രുതി കട്ടിലിൻ്റെ അടിയിൽ കിടക്കുന്നത്. ശ്രുതിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രുതി അതിൻ്റെ ഇടയിൽ കൂടെ ഫോണിലത്തെ വീഡിയോസ് തപ്പുണ്ട്. അങ്ങനെ ശരത്തിൻ്റെ വീഡിയോ ശ്രുതി കാണുന്നുണ്ട്. ഈ വീഡിയോ ആണ് ആൻ്റണി പറഞ്ഞത്. അത് ശരി, അപ്പോൾ ആൻറ്റിയുടെ പൈസ കട്ടെടുത്തത് ശരത്താണല്ലേ, ഈ വീഡിയോ എന്തായാലും എൻ്റെ ഫോണിലേക്ക് എടുക്കട്ടെ, ഇതെനിക്ക് ആവശ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി ആ ഫോണിൽ നിന്ന് സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ ശ്രുതിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ സമയത്താണ് മക്കളെ ഇന്നത്തെ ടിസ്റ്റ്. വേറെ ഒന്നല്ല, ഫോൺ ഓഫായി പോയി ചാർജ് ഇല്ലാതെ. അശ്യോ ഫോൺ ഓഫായാലോ, ഇനി എങ്ങനെ വീഡിയോ അയക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആകെ അമ്പരന്നിരിക്കുകയാണ് ശ്രുതി. പക്ഷേ ഈ സമയത്ത് കട്ടിലുമ്പോൾ ഇരുന്നിട്ട് രേവതി സച്ചിയും പൊരിഞ്ഞ പ്രണയമാണ്. അപ്പോൾ രേവതി പറഞ്ഞു വീട്ടിൽ സച്ചിയേട്ടാ ഞാൻ പോയി പൂരി മസാല എടുത്തിട്ട് വരുന്നത്, നീ ഇങ്ങോട്ട് എടുത്തിട്ട് വരുമോ, എന്നിട്ട് നീ എനിക്ക് വാരി തരുമോ? ഓ എന്നെ ഊട്ടിയെ പോലെ ഞാൻ സച്ചിയേട്ടനെ ഊട്ടണല്ലേ, ഊട്ടാം, ഞാൻ പോയി എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി പൂരി മസാല എടുക്കാൻ വേണ്ടി താഴത്തേക്ക് പോകണം. അങ്ങനെ പോണ സമയത്ത് ശ്രുതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ശ്രുതി പെട്ടു. ബാമ എന്നിട്ട് എന്താ പറയുക പുറത്ത് നിന്നിട്ട് ചന്ദ്രമതി പുറത്ത് നിന്ന് ബാമോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നീ 2 കുട്ടികളെങ്കിലും പിടിക്കുക ബാമേ, 2 പേരുണ്ടെങ്കിലും ഞാൻ ക്ലാസ് തുടങ്ങും, ഒരാളാണെങ്കിലും ഞാൻ ക്ലാസ് തുടങ്ങും. ഇവിടെ ഉള്ളവർക്കൊരു വിചാരമുണ്ട് ചന്ദ്രമതിക്ക് ഒന്നിനും കഴിവില്ല എന്ന്, അതെനിക്ക് മാറ്റി കൊടുക്കണം ബാമേ, ഞാൻ ആരാണെന്ന് ഇവർക്ക് തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും ഡാൻസ് സ്കൂളിൽ സജീവാക്കാനുള്ള പരിപാടിയിലാണ്. ഈ സമയത്ത് രേവതി സച്ചിക്കുള്ള പൂരി മസാല കൊണ്ട് വരികയാണ്. എന്നിട്ട് സച്ചിക്ക് പൂരി മസാല വാരി കൊടുക്കുകയാണ്. എന്ത് ടേസ്റ്റാണ് രേവതി, സാധുണ്ട് സച്ചിയേട്ടാ, പിന്നെ നീ ഉണ്ടാക്കിയതല്ലേ, സാധില്ലാണ്ടിരിക്കുമോ എന്നൊക്കെ പറയണം. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് സഹിക്കുന്നുണ്ടാവില്ല കേട്ടോ നമ്മുടെ ശ്രുതിക്ക്.
എന്താ ചെയ്യുക, ഒരു നിവർത്തിയില്ലല്ലോ. ശ്രുതി കട്ടിലിൻ്റെ അടിയിൽ ഇത് മുഴുവൻ കേട്ട് സഹിച്ചിട്ടാണ് കിടക്കണം. അങ്ങനെ അത് കഴിഞ്ഞു. ചന്ദ്രമതി ഈ സമയത്ത് ബാമോട് സംസാരിക്കുന്നതിൻ്റെ കൂടെ ശ്രുതി വന്നിട്ട് അമ്മയെ വിളിക്കണം. അപ്പോൾ എന്താടാ ചോദിക്കും. അമ്മേ, ശ്രുതിനെ കണ്ടോ? ഇന്നലെ രാത്രി കണ്ടു. ഇന്ന് കണ്ടോ? ഇന്ന് ഞാൻ കണ്ടില്ല. ശ്രുതിനെ കാണാനില്ല അമ്മയെ പറയണം. അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറയാണ് ചന്ദ്രമതി. അങ്ങനെ ഫോണിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയണം, അമ്മേ ഒരു കാര്യം പറയട്ടെ, അമ്മോട് പറയും, എനിക്കൊരു 500 രൂപ തരാം. 500 രൂപ നിനക്ക് എന്തിനാണ് 500 രൂപ ഇത്രയും വലിയ ബിസിനസ്സുകാരനായിട്ട്? അമ്മേ, എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് എടുക്കാമല്ലേ അമ്മേ, ഒക്കെ ഇപ്പോൾ ഓൺലൈൻ വഴിയല്ല, GPay വഴിയാണല്ലോ. അതിന് ഇപ്പോൾ നിനക്കെന്തിനാ 500 രൂപ? ഞാൻ കാറ് സർവീസിന് കൊടുക്കാൻ പോകാം, പിന്നെ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ടാക്സി പിടിച്ചിട്ട് വരണ്ടേ, അതിന് കൊടുക്കാനാണ്. എൻ്റെ കയ്യിൽ 500 രൂപ പോയിട്ട് 50 രൂപ പോലെ എടുക്കാമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അച്ഛനോട് ചോദിക്കുക. അച്ഛനോട് ബെസ്റ്റ് ഇപ്പോൾ ചോദിച്ചാൽ തന്നത് തന്നെ. അമ്മ ഉണ്ടെങ്കിൽ താ അമ്മയെ പറയാണ്. ഇത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയാണ് ചന്ദ്രമതി. നീ ഒരു കാര്യം ചെയ്യേ, ഓൺലൈൻ വഴി പൈസ അടയ്ക്കാമല്ലോ, ടാക്സി പിടിച്ച് വരുമ്പോൾ ഓൺലൈൻ വഴി കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നാലും അവർ ചോദിക്കുമ്പോൾ അത് മോശമില്ലേ അമ്മ, ഒരു 500 രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ എന്നൊക്കെ പറയണ ശ്രുതി. പക്ഷേ ശ്രുതിയുടെ കയ്യിൽ 10 പൈസ ഇല്ല നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പുറത്ത് രേവതി സച്ചിക്ക് ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പൂരി മസാല കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ, കട്ടിലിൻ്റെ അടിയിൽ പെട്ട് കിടക്കുകയാണ് ശ്രുതി. ശ്രുതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ യാതൊരുവിധ നിർവാഹവും ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞ് രവീന്ദ്രൻ നടത്തം കഴിഞ്ഞിട്ട് വന്നു. നടത്തം കഴിഞ്ഞ് വന്നിട്ട് അവിടെ അങ്ങനെ ഹാളിലിരിക്കുന്ന സമയത്ത് ശ്രുതി വന്നിട്ട് ചോദിക്കാൻ, അച്ഛാ ശ്രുതിനെ കണ്ടോ? ശ്രുതിനെ നീ കല്യാണം കഴിച്ച് കൊടുത്തപ്പോൾ തൊട്ട് ഞാൻ കണ്ടോണ്ടിരിക്കില്ല. അതൊന്നല്ല അച്ഛാ, ഇന്ന് ശ്രുതിനെ കണ്ടോ? ഞാനെങ്ങനെ കാണാൻ, ഇപ്പോൾ നടത്തം കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ എന്ന് പറയണം. അച്ഛാ, അച്ഛനെ ഒരു 500 രൂപ ചില്ലറ കിട്ടാണ്ടാവും അച്ഛൻ്റെ കയ്യിൽ. 500 രൂപ ചില്ലറ ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ ഒരു 300 രൂപ ഉണ്ടാവും. അത് മതി, അതങ്ങോട്ട് കാട്ട് എന്ന് പറയാണ്. അപ്പോൾ പറയാണ് രവീന്ദ്രൻ പറയണമെന്ന്, ഒരു കാര്യം ചെയ്യും, എൻ്റെ 500 രൂപ ഇല്ലേ, അതങ്ങോട്ട് കൊണ്ടുപോകും, അപ്പം ഞാൻ ചില്ലറയാക്കി തരാൻ പറയാണ്. അത് പിന്നെ അച്ഛൻ 300 കൂടെ കേട്ടോ, ആദ്യം നീ 500 താ. അതിന് എൻ്റെ കയ്യിൽ 500 ഇല്ലല്ലോ, അപ്പം പിന്നെ എൻ്റെ കയ്യിൽ 300 ഇല്ല. അപ്പം അച്ഛൻ ഉണ്ട് എന്ന് പറഞ്ഞതോ? ഇല്ല, നിനക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛനിപ്പോൾ അച്ഛൻ്റെ മോൻ സച്ചിയാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ടാവല്ലോ, അല്ലെങ്കിൽ അച്ഛന് സച്ചിയോടല്ലേ ഇഷ്ടം കൂടുതൽ, അച്ഛൻ എപ്പോഴും അവൻ്റെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പരാതി പറയുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ആലോചിക്കാനടാ, 50 ലക്ഷത്തിന് 50,000 രൂപ വെച്ച് തരാൻ പറ്റും, നീ ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല, നീ എല്ലാ പൈസ എൻ്റെ അടുത്ത് നിന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ, പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാടാ ഞാൻ നിനക്ക് പൈസ തരണേ? നീ ആദ്യം 500 രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ചില്ലറ തരണോ തരണ്ടേന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ഞാൻ ചോദിച്ച 1 രൂപ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പരാതിയായിട്ടിരിക്കുന്ന സമയത്താണ് കൂട്ടുകാരെ ഇന്നത്തെ ചെമ്പന്തിപ്പൂവിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം. ബൈ ബൈ.